സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത്. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം. വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? മിതവാദിയിലാണ്. വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? സെറിബെല്ലം. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം DNA ആണ്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? DNA. നേത്രഗോളത്തിന്റെ പാളികളുടെ എണ്ണം. നേത്രഗോളത്തിന്റെ പാളികളുടെ എണ്ണം 3 പാളികളാണുള്ളത്. അവ ഏതൊക്കെയാണോ? ദൃഢപടലം, രക്തപടലം, റെറ്റീന. നേത്രഗോളത്തിന്റെ പാളികളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അവ ദൃഢപടലം, രക്തപടലം, റെറ്റീന എന്നിവയാണ്. ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7 ആണ്. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7. വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധന. വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി അവാർഡ്? ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി അവാർഡ്? വനസംരക്ഷണമാണ്. വനസംരക്ഷണം. പുരസ്കാരം ഏതാണ്? ഇന്ദിരാ പ്രിയദർശിനി അവാർഡ്. ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് പാർസെക്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് പാർസെക്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടി പടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള പ്രതിഫലനമാണ്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടി പടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത് ശശി തരൂർ ആണ്. ശശി തരൂർ. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ശശി തരൂർ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്ററോൺ. ഹോർമോൺ പ്രൊജസ്റ്ററോൺ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ആനമല വന്യജീവി സങ്കേതം. ആനമല വന്യജീവി സങ്കേതം ഏത് വന്യജീവി സങ്കേതവുമായിട്ടാണ് ചേർന്ന് കിടക്കുന്നത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പെൻഡാൻഡൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? പെൻഡാൻഡൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? നിക്കലാണ്. നിക്കലിന്റെ അയിരാണ് പെൻഡാൻഡൈറ്റ്. ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം. ഐറിസിന്റെ കറുപ്പ് നിറത്തിന് കാരണം മെലാനിൻ ആണ്. മെലാനിൻ. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കബനി.
സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1984 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. 1984. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കെ കേളപ്പനെ പറ്റി പറഞ്ഞത് ആരാണ്? കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്ന് കെ കേളപ്പനെ പറ്റി പറഞ്ഞത് സുകുമാർ അഴീക്കോടാണ്. സുകുമാർ അഴീക്കോട്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം ദീപികയാണ്. ദീപിക. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. അംശി നാരായണപിള്ള. ഇപ്പൊ കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച ഗാനം ഏതാണ്? വരിക വരിക സഹചരേ എന്നതാണ്. വരിക വരിക സഹചരേ ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. വരിക വരിക സഹചരേ എന്ന ഗാനം ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉപ്പ് സത്യാഗ്രഹമാണ്. വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചതാരാണ്? അംശി നാരായണപിള്ളയാണ്. അടുത്ത ചോദ്യം. 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചതാരാണ്? 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ എത്തിച്ചേർന്ന കെ കേളപ്പനെയും സംഘത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം. മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഹിമാലയ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദി. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. സ്ലിം ഡിസീസ് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് രോഗമാണ് സ്ലിം ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. കമ്മീഷന്റെ പേര് വില്യം ലോഗൻ കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5 1957 ഏപ്രിൽ 5 1957 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാരാണ്? മലയാളി മെമ്മോറിയലിലെ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയം എന്തുമായിട്ട് ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഏതാണ്? മലയാളി മെമ്മോറിയൽ ആണ്. ഈ ആശയത്തിന്റെ പിന്നിലെ ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏതാണ്? കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് കുണ്ടറയാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറ. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മ. ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിതനായത്? ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിതനായത് GC മുർമു ആണ്. GC മുർമു. പുതിയ 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ചത് ഊർജിത് പട്ടേൽ ആണ്. ഊർജിത് പട്ടേൽ. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്?
സിലിക്കയാണ്, SiO2. ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്? സിലിക്ക. ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ലബോറട്ടറി ഉപകരണങ്ങൾ, തെർമോമീറ്റർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് ആണ്. പൈറക്സ് ഗ്ലാസ്. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചതാരാണ്? ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ ആണ്. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചതാരാണ്? ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ് ആണ്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ്. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിതയാണ് KC ഏലമ്മ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിത KC ഏലമ്മ. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേര്? കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേരാണ് പ്രതീക്ഷ. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേര് പ്രതീക്ഷ. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത്. പഴുത്ത തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? പഴുത്ത തക്കാളിക്ക് അതിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ലൈക്കോപ്പീൻ. ലൈക്കോപ്പീൻ. കാർഗിൽ യുദ്ധം നടന്ന വർഷം? കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി? സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് വികിരണമാണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? വികിരണം. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം? പ്രസാർ ഭാരതി നിലവിൽ വന്നത് 1997. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം 1997. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം? ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 2. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതായിരുന്നു? 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് സിംല കരാർ. സിംല കരാർ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയുമാണ്. വർഷം ഏതാണ്? 1972. കരാർ ഏതാണ്? സിംല കരാർ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം? മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ദുരവസ്ഥ ആരുടെ കൃതിയാണ്? കുമാരനാശാന്റെ കൃതിയാണ്. അപ്പം മാപ്പിള ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദുരവസ്ഥ എന്ന കൃതി. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരമാണ് അവശിഷ്ടാധികാരം എന്ന് അറിയപ്പെടുന്നത്. അവശിഷ്ടാധികാരം. ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിലായിട്ടാണ് അതിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17 ഭാഷകളിലാണ്. 17 ഭാഷകളിൽ. ഇന്നത്തെ ക്ലാസ്സിൽ 50 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ PS റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്